KPCC പുനഃസംഘടനയിൽ ചർച്ച തുടരാൻ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. ഡൽഹിയിൽ നിന്ന് ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് തിരിച്ചെത്തി. തെരഞ്ഞെടുപ്പിനായി പ്ലാൻ 63യുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് വി ഡി സതീശൻ. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഈ പുനഃസംഘടനാ ചർച്ചകൾക്കായി വീണ്ടും AICC ജനറൽ സെക്രട്ടറി എത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു നേതൃമാറ്റം എപ്പോൾ പ്രതീക്ഷിക്കണം? എന്തൊക്കെയാണ് നടക്കുന്ന കൂടിയാലോചനകൾ? അജീഷ്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, എന്തൊക്കെ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് കോൺഗ്രസിൽ? KPCC പുനഃസംഘടനയിൽ ചർച്ച തുടരാനുള്ള തീരുമാനത്തിലാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ ഉള്ളത്. ദീപാദാസ് മുൻഷി ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടക്കും. അതേസമയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്ലാൻ 63 എന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് വി ഡി സതീശന്റെ നീക്കം. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. അജീഷ്, എന്തൊക്കെ ചർച്ചകൾ കോൺഗ്രസിൽ? ഉന്മേഷ്, എന്തായാലും കോൺഗ്രസിലെ കഴിഞ്ഞ ദിവസം ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കത്തിന്റെ പ്രധാനമായ ഒരു കാരണം വി ഡി സതീശന്റെ പ്ലാൻ 63 ആയിരുന്നു. അതായത് കോൺഗ്രസിന് നിലവിലുള്ള 21 മണ്ഡലങ്ങൾ കൂടാതെ പുതുതായി കൂട്ടിച്ചേർത്ത 42 മണ്ഡലങ്ങളിൽ വിജയ സാധ്യത, ഇതായിരുന്നു വി ഡി സതീശന്റെ പ്ലാന്. ഈ പ്ലാന് നടപ്പിലാക്കി വിജയിപ്പിക്കുക എന്നുള്ളൊരു ആശയമാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ വി ഡി സതീശൻ മുന്നോട്ട് വെച്ചത്. ഇതിനെതിരെയായിരുന്നു ചില നേതാക്കൾ സതീശൻ ഒറ്റയ്ക്കാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളൊരു വിമർശനം ഉന്നയിച്ചത്. ഇതിനെ തുടർന്നാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ എടുത്ത ഒരു തീരുമാനം, അതായത് സംയുക്ത വാർത്താ സമ്മേളനം എന്ന തീരുമാനം, അത് പിൻവലിക്കാൻ നേതാക്കൾ നിർബന്ധിതരായത്. ഇവർ തമ്മിലുള്ള ഒരു അനൈക്യം പുറത്തു വരുന്നൊരു തീരുമാനം കൂടിയായിരുന്നു ഈ സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കിയതിലൂടെ പുറത്തു കണ്ടത്. എന്തായാലും വി ഡി സതീശൻ ഈ പ്ലാൻ 63യുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. നിലവിൽ ഈ വി ഡി സതീശന്റെ പ്ലാന് പിന്നീട് കോൺഗ്രസിന്റെ പ്ലാനാക്കി മാറ്റാനാണ് വി ഡി ശ്രമിക്കുന്നത്. അതിന് കൂടുതൽ കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ കൂടി ഉറപ്പുവരുത്താനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. നിലവിൽ പുനഃസംഘടനാ ചർച്ചയെക്കുറിച്ച് ആലോചിക്കാൻ വീണ്ടും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അവർ ഇന്ന് കൂടുതൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. നേരത്തെ അവർക്ക് ഇങ്ങനെ ഒരു ആലോചന, അതായത് പുനഃസംഘടന വേണമോ വേണ്ടയോ എന്നുള്ളൊരു ആലോചന മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നേരത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. കേരളത്തിലെ സ്ഥിതി ഗുരുതരമാണെന്നും നേതാക്കൾ തമ്മിലുള്ള അനൈക്യം പാർട്ടിയെ ഗുരുതരമായി ബാധിക്കുന്നുണ്ടെന്നുള്ള വിലയിരുത്തൽ പുനഃസംഘടന വേണമെന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെ AICC നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേതാക്കളെ കണ്ട് പുനഃസംഘടന ചർച്ചകൾ സജീവമാക്കുകയാണ് AICC. ചില പേരുകളും ഇവരുടെ മുന്നിലുണ്ട്. പല നേതാക്കൾ, അതായത് പല MPമാരുടെയും MLAമാരുടെയും ഒക്കെ പേരുകൾ KPCC അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാളിലേക്ക് പേര് ചുരുങ്ങുമോ, അത് ആരാണ് എന്നുള്ളൊരു ആകാംക്ഷയാണ് ബാക്കി നിൽക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം കോൺഗ്രസിലെ പോരിൽ UDF ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട്. വി ഡി സതീശൻ, K സുധാകരൻ പോര് കോൺഗ്രസിനെ മാത്രമല്ല UDFനെ ബാധിക്കും എന്നാണ് നേതാക്കൾ പറയുന്നത്.